പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജെമ്മല്ലി ആശുപത്രിയിൽ ഡബിൾ ന്യൂമോണിയ ബാധിച്ച് ചികിത്സാർത്ഥം അഡ്മിറ്റഡ് ആയിട്ട് ഇത് 20ാം ദിവസമാണ്. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഓഫീസിൽ നിന്നും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പരിശുദ്ധ പിതാവ് ഇന്നലെ സുഖമായി ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല, ഗുരുതരമായ മറ്റ് ശ്വാസതടസ്സത്തിൻ്റെ പ്രതിസന്ധികളോ പ്രയാസമോ ഉള്ളതായി ഒന്നും അറിവായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ പരിശുദ്ധ പിതാവിന് നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷനാണ് നൽകിയത്. അതായത് മാസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ കാനുല വെച്ച് പരിശുദ്ധ പിതാവിന് സുഗമമായി സ്വന്തമായി ശ്വസിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു. എന്നാൽ പകൽ പരിശുദ്ധ പിതാവിന് ഹൈ ഫ്ലോ ഓക്സിജൻ തെറാപ്പി നൽകുകയുണ്ടായി. അതായത് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഓക്സിജൻ ശ്വസിക്കുവാനുള്ള സാഹചര്യം പരിശുദ്ധ പിതാവിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിന് മോട്ടോർ ഫിസിയോതെറാപ്പിയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും പുതിയതായി ഗൗരവമായ ആരോഗ്യ സംബന്ധമായ ശ്വാസതടസ്സത്തിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസോ എപ്പിസോഡ്സോ ഒന്നും ഉള്ളതായി നമുക്ക് അറിവായിട്ടില്ല. അതുതന്നെ ശുഭസൂചകമായ ഒരു വാർത്തയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ പിതാവിൽ ഫലദായകമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് തുടരാം. പരിശുദ്ധ പിതാവ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആരോഗ്യവാനായി സൗഖ്യം പ്രാപിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോബി പോൾ.